Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളാസ് 2016 ജൂലൈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 41. Which of the following is a nilpotent matrix? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് nilpotent matrix എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കോൺസെപ്റ്റ് നോക്കാം. nilpotent matrix എന്ന് പറയുമ്പോൾ അതിന്റെ ട്രേസും ഡിറ്റർമിനന്റും എപ്പോഴും 0 ആയിരിക്കും. ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. ഡിറ്റർമിനന്റ് സാധാ യൂസ് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ എ ബി സിയില് ട്രേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നത്. സോ ആ മെട്രിക്സ് ഒന്നും നിൽപോട്ടന്റ് അല്ല. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ ബി മാത്രമാണ്. സോ അതായിരിക്കും കറക്റ്റ്. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ട്രേസും ഡിറ്റർമിനന്റും. സോ നമുക്ക് കിട്ടുന്നത് 0 ആണ്. സോ നമ്മുടെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question 42. Let A be a 3x3 invertible matrix such that A cube minus A equal to 0. Then A inverse equal to. നമുക്ക് 3x3 invertible matrix ആണ് A. Such that equation satisfy ചെയ്യുകയാണെങ്കിൽ നമുക്ക് A inverseന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കണേന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഇക്വേഷനെ ഞാൻ എഴുതുകയാണ്. സോ ഞാൻ A equal to A cube എന്ന് എഴുതാൻ എനിക്ക്. ഇപ്പൊ ഞാൻ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ബിക്കോസ് എ എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് കിട്ടുന്നത് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ക്യൂബ് എ ഇൻവേഴ്സ്. എ ക്യൂബിന്റെ എ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ആണ് കിട്ടുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ ഐ ഈക്വൽ ടു എ സ്ക്വയർ കിട്ടും. സോ വീണ്ടും ഞാൻ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് A inverse equal to A square A inverse. A square A inverse എന്ന് പറയുന്നത് A ആണ്. സോ A inverse നമുക്ക് കിട്ടുന്നത് A ആണ്. സോ നമ്മുടെ ഓപ്ഷൻ A ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 43. Which among the following system of equations are consistent or inconsistent? സോ തന്നിരിക്കുന്ന സിസ്റ്റം 3 സിസ്റ്റം ഉണ്ട്. സോ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ കൺസിസ്റ്റന്റ് ഓർ ഇൻകൺസിസ്റ്റന്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും if rank of A is to B equal to rank of A. സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും if rank of A is to B not equal to rank of A. സോ ഫസ്റ്റ് സിസ്റ്റത്തിന് ചെക്ക് ചെയ്യാം. സോ ആ സിസ്റ്റത്തിന് കോഎഫിഷ്യന്റ് ഈസ് ടു കോൺസ്റ്റന്റ് മെട്രിക്സ് ഫോം ചെയ്യാണ്. ദാറ്റ് ഇസ് A is to B മെട്രിക്സ്. സോ ഈ മെട്രിക്സിനെ നമ്മളിപ്പോൾ റോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ലാസ്റ്റ് റോനെ ഫസ്റ്റ് റോ വെച്ച് ഇന്റർചേഞ്ച് ചെയ്യാണ്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ മെട്രിക്സ് ആണ്. സോ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് R2 implies R2 minus 3R1 and R3 implies R3 minus 2R1. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതാണ്. സോ നെക്സ്റ്റ് R2ന് R2 divided by minus 2 ചെയ്യാണ്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. സോ ഈ മെട്രിക്സ് ആണത്. സോ ഇപ്പൊ ഞാൻ R3ന് R3 minus R3 plus R2 ചെയ്യാണ്. സോ എനിക്ക് കിട്ടുന്ന മെട്രിക്സ് ഇങ്ങനെയാണ്. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് റോ റെഡ്യൂസ് ചെയ്ത മെട്രിക്സ്. ഇപ്പൊ ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കുക. റാങ്ക് ഓഫ് എ ടു ബിയും റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ ടു ബി എന്ന് പറയുന്നത് ഈ ഹോൾ മെട്രിക്സിന്റെ റാങ്കും റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈ 3x3 മെട്രിക്സിന്റെ റാങ്കും. സോ റാങ്ക് ഓഫ് എ ടു ബി എന്ന് പറയുന്നത് 3 ആണ്. ബിക്കോസ് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് റൂൾസ് ഉണ്ട്. ആൻഡ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഇസ് റാങ്ക് ഓഫ് എ ടു ബി ഈസ് 3. റാങ്ക് ഓഫ് എ 2 ആണ് കിട്ടുന്നത്. ദെർഫോർ നമ്മുടെ റാങ്ക് ഓഫ് എ ടു ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ്. സോ ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ആണ്. സോ ഇതേപോലെ നിങ്ങൾ സെക്കൻഡ് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എ ടു ബി ഫോം ചെയ്യുക. എന്നിട്ട് റോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കിട്ടിയ റോ റെഡ്യൂസ് ഫോം ആണ് എഴുതുന്നത്. സോ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇങ്ങനെയാണ്. സോ ഇവിടെ നമ്മുടെ റാങ്ക് ഓഫ് എ ടു ബി 3 ആണ്. ആൻഡ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. Therefore rank of A is to be not equal to rank of A ആണ്. സിസ്റ്റം 2ഉം ഇൻകൺസിസ്റ്റന്റ് ആണ്. സിമിലർലി സിസ്റ്റം 3 ചെയ്യുക. A is to B ഫോം ചെയ്യുക. റോ റെഡ്യൂസ് ചെയ്യുക. ലാസ്റ്റ് കിട്ടുന്ന റോ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക.
സോ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് റാങ്ക് ഓഫ് A is to B equal to 2 and rank of A 2 ആണ്. Therefore rank of A is to B equal to rank of A ആണ്. So third system എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് സിസ്റ്റം ആണ്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. സോ നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഇൻകൺസിസ്റ്റന്റ് ആണ്, തേർഡ് മാത്രമേ നമുക്ക് കൺസിസ്റ്റന്റ് കിട്ടിയിട്ടുള്ളൂ. സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Next question 44. Consider the linear independence of the following subsets of R3 and choose the correct statement. നമുക്ക് രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്. രണ്ട് സെറ്റിൽ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസി കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സെറ്റിലെ വെക്ടേഴ്സിനെ നമ്മൾ മെട്രിക്സിലെ കോളംസ് ഓർ റോസ് ആയിട്ട് എഴുതുകയാണ്. സോ അത് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുകയാണ്. സോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ആൻഡ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് എഴുതിയാണ്. സോ ഇവിടെ ഞാൻ റോസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് വെക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോ റെഡ്യൂസ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അവേ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ റോ റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. ഈ മെട്രിക്സ് ഓൾറെഡി റോ റെഡ്യൂസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. ഇപ്പൊ സെക്കൻഡ് സെറ്റ് നോക്കാം. മെട്രിക്സ് രൂപത്തിൽ എഴുതിയാണ്, റോസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ റോ റെഡ്യൂസ് ചെയ്യാണ്. റോ റെഡ്യൂസ് ചെയ്തതിന്റെ ഏറ്റവും ലാസ്റ്റ് മെട്രിക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയിരിക്കുന്നത്. Therefore ഡിറ്റർമിനന്റ് 0 ആണ്. സോ നമ്മുടെ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് 2 ഇസ് ലീനിയർലി ഡിപെൻഡന്റ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45. Let V1, V2, V3 be a basis of vector space V over the reals. Then which of the following is also basis of V? സോ നമുക്കൊരു ബേസിസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ ഏതാണ് വീണ്ടും ഒരു ബേസിസ് ആവുക എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് നോക്കാം. Any linearly independent set that has same number of basis elements form a basis. സോ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിസിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിൽ ഉണ്ടെങ്കിൽ അത് ബേസിസ് ഫോം ചെയ്യും. സോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആവണം. സോ നമ്മൾ ഓരോ സെറ്റിനും മെട്രിക്സ് ഫോം ചെയ്യാണ്. മെട്രിക്സ് ഫോം ചെയ്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് നോക്കുകയാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കിയാണ്. ഓപ്ഷൻ എയിൽ V1 പ്ലസ് V2 പ്ലസ് V3, V1 പ്ലസ് V2, V1 മൈനസ് V2. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഈ ടേം ആണ് എഴുതുന്നത്. സെക്കൻഡ് റോയിൽ ഈ ടേം, തേർഡ് റോയിൽ ഈ ടേം. സോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് V1, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് V2, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് V3. സോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മെട്രിക്സ് ആണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ഡയറക്ട്ലി ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, റോ റെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ റോ റെഡ്യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അത് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. സോ കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന റോ റെഡ്യൂസ്ഡ് മെട്രിക്സ് ഒന്ന് ഇതാണ്. സോ ഇപ്പൊ ഞാൻ ഡിറ്റർമിനന്റ് എടുക്കുകയാണ്. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. Therefore ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ ബാക്കി ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 കിട്ടത്തുള്ളൂ. സോ ബാക്കിയൊക്കെ ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46. Let W1, W2 be subspaces of a vector space V and let V is equal to W1 plus W2. Let V1, V2 be basis of W1, U1, U2 be basis of W2. Then which of the following is not a basis of V? നമുക്ക് വിന്റെ രണ്ട് സബ്സ്പേസ് വന്നിട്ടുണ്ട്. V is equal to W1 plus W2 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. V1, V2 W1ന്റെ ബേസിസും U1, U2 W2ന്റെ ബേസിസും ആണെങ്കിൽ
തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വിയുടെ ബേസിസ് അല്ലാണ്ട് വരാ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ കോൺസെപ്റ്റ് നോക്കാം. സോ നമുക്ക് v is equal to w1 plus w2 എന്ന് എഴുതാൻ പറ്റിയാൽ നമുക്ക് dimension of v is equal to dimension of w1 plus w2 എന്ന് എഴുതാം. And any linearly independent set that has same number of basis element form a basis. ഈ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. സോ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിസിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിൽ ഉണ്ടെങ്കിൽ ആ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഒരു ബേസിസ് ഫോം ചെയ്യും. ഇവിടെ ഞാൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേസിസ് എലമെന്റ്സ് ആണ്. സോ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കാണിക്കുകയാണ്. സോറി, ഇപ്പോ ഡയമെൻഷൻ ഓഫ് വി കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ഡയമെൻഷൻ ഓഫ് w1 പ്ലസ് ഡയമെൻഷൻ ഓഫ് w2. Dimension of w1 എന്ന് പറയുന്നത് number of basis elements in w1. So അത് 2. Dimension of w2 number of basis element in w2. So 2 and 2 ആണ്. So that is equal to 2 plus 2 4. So നമ്മുടെ dimension v എന്ന് പറയുന്നത് 4 ആണ്. So നമ്മുടെ v യിലെ So V യിലെ any linearly independent set of 4 elements form a basis ആണ്. So ഇവിടെ എല്ലാ സെറ്റിനും 4 elements ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യാണ് A. So A ന് ഞാൻ ഫസ്റ്റ് കോളത്തിനെ കോഎഫിഷ്യന്റ് ഓഫ് v1, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് u1, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് v2, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് u2. അങ്ങനെയാണ് ഞാൻ ഓർഡർ എഴുതുന്നത്. നിങ്ങൾ ഏത് ഓർഡർ ചെയ്താലും എല്ലാത്തിനും സെയിം ഓർഡറിൽ തന്നെ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇങ്ങനെയാണ്. v1 ന്റെ കോഎഫിഷ്യന്റ്, u1 ന്റെ കോഎഫിഷ്യന്റ്, v2, u2. ഇപ്പൊ ഞാൻ റോ റെഡ്യൂസ് ചെയ്യാണ്. സോ നമ്മൾ റോ റെഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടുന്ന മെട്രിക്സ് ഇതാണ്. ഇപ്പൊ എനിക്ക് ലാസ്റ്റ് റോ 0 ആണ് കിട്ടുന്നത്. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആണ്. സോ ഡിറ്റർമിനന്റ് 0 ആയി നമുക്കറിയാം ആ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. സോ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ വിയുടെ ബേസിസ് അല്ലാണ്ട് വരാം. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബാക്കി ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന്റെ ഒക്കെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്നേ കിട്ടത്തുള്ളൂ. Next question 47. Which of the following is true about the lines L1, L2, L3? So നമുക്ക് 3 ലൈൻസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതിൽ സബ് സ്പേസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സബ് സ്പേസിനെ കുറിച്ച് നോക്കാം. സോ W എന്ന് പറയുന്നത് സബ് സ്പേസ് ആയിരിക്കും if 0 element of W and alpha x plus beta y element of W ആയിരിക്കും. For alpha beta scalars and xy element of W. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ L1 ഉം L3 യും നോക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ട് 0 0 എലമെന്റ് ആണ്. ബിക്കോസ് ഈക്വേഷൻ സാറ്റിസ്ഫൈ ഉണ്ട് 0 0. ഇവിടെ L3 യിലും ഈക്വേഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. ഇപ്പൊ L2 നോക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ xy such that 2x plus 3y equal to 0 0. ഇപ്പോൾ ഇതിൽ നമ്മുടെ സെറ്റ് 0 0 ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമുക്ക് കിട്ടുന്നത് 2 into 0 plus 3 into 0 equal to 1 കിട്ടണം. പക്ഷെ നമ്മുടെ LHSൽ 0 ഉം RHSൽ 1 ആണ് കിട്ടുന്നത്. സോ നമ്മുടെ 0 എന്ന് പറയുന്നത് നോട്ട് ആൻ എലമെന്റ് ഓഫ് L2 ആണ്. സോ 0 ഇല്ലെങ്കിൽ നമ്മുടെ L2 എന്ന് പറയുന്നത് സബ് സ്പേസ് അല്ല. Therefore L2 is not a subspace. സോ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡിയിൽ L2 ഒക്കെ സബ് സ്പേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നെഗ്ലെക്ട് ചെയ്യാം. നെഗ്ലെക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി മാത്രമേ ബാക്കിയുള്ളൂ. സോ അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. സോ നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. L1 ഉം L3 യും സബ് സ്പേസ് ആവുന്നുണ്ടോ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. So next question, consider the linear transformation f from r cube to r square given by f of xyz is equal to 2 tuple x plus y z, then dimension of null space of f is. നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫിന്റെ നൾ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് വേണ്ടത്. ഇപ്പോൾ കോൺസെപ്റ്റ് നോക്കാം. സോ ടി ഫ്രം യു ടു വി എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മുടെ കേർണൽ ടി എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ യു ഇൻ യു സച്ച് ദാറ്റ് ടി ഓഫ് യു ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് ഇൻ W. ദാറ്റ് ഇസ് കേർണൽ ടിയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്
യുല് ഏതൊക്കെ എലമെന്റ്സ് ആണ് വിയിലെ ഐഡന്റിറ്റി എലമെന്റ്സിനോട് മാപ്പ് ചെയ്യുന്നത് അതാണ് കേർണൽ ടിയിലുള്ളത്. സോ കേർണൽ ടിയുടെ ഡയമെൻഷനെയാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എഫിന്റെ കേർണൽ കണ്ടുപിടിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ഡയമെൻഷൻ കണ്ടുപിടിക്കുകയാണ്. സോ കേർണൽ എഫ് ഇസ് ഈക്വൽ ടു set of all x, y, z such that f of x, y, z equal to 0 because r square നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 0 ആണ്. So this is equal to f substitute ചെയ്യാണ് set of all x, y, z such that x plus y, z is equal to 0. So equate ചെയ്യാണ് ഇവിടെ. So this is equal to x plus y equal to 0 and z equal to 0 എന്ന് കിട്ടും. So നമുക്ക് കിട്ടുന്നത് x equal to minus y and z is equal to 0. ഇപ്പൊ കേർണൽ എഫിനെ നമുക്ക് സെറ്റ് നോട്ടേഷനിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് മൈനസ് എക്സ് കോമ 0 വെർ എക്സ് എലമെന്റ് ഓഫ് ആർ. സോ ഡയമെൻഷൻ ഓഫ് കേർണൽ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ആണ്. ബിക്കോസ് ഇവിടെ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Next question 49. Which of the following is true about the linear transformation fg from r cube to r3 given by f of x, y, z is equal to x plus y, x minus y, x minus z and g of x, y, z is equal to x minus y, y minus z, z minus x. So നമുക്ക് രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. സോ ഗിവൺ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഇൻവേർട്ടിബിലിറ്റി കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. കോൺസെപ്റ്റ് നോക്കാം. സോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം യു ടു വി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഇസ് നോൺ സിംഗുലർ. സോ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ നോൺ സിംഗുലർ ആണെങ്കിൽ ടി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്. സോ നോൺ സിംഗുലർ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആവണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൺ ഫംഗ്ഷൻ എഫിന് ഞാൻ ചെക്ക് ചെയ്യാണ്. സോ ഇതിനെ ഞാൻ മെട്രിക്സിൽ എഴുതാണ്. സോ ഫസ്റ്റ് കോളം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, സെക്കൻഡ് കോളം കോഎഫിഷ്യന്റ് ഓഫ് വൈ, തേർഡ് കോളം കോഎഫിഷ്യന്റ് ഓഫ് ഇസഡ് എഴുതാം. എന്നിട്ട് ഇത് ഡയറക്ട്ലി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റോ റെഡ്യൂസ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ റോ റെഡ്യൂസ് ചെയ്തിട്ടാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. സോ റോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നോക്കുക. സോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്. സോ നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സിമിലർലി നമ്മൾ ജിനും ചെക്ക് ചെയ്യാണ്. സോ നമുക്ക് ജി തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ, വൈ മൈനസ് സെഡ്, സെഡ് മൈനസ് എക്സ്. സിമിലർലി ഒരു മെട്രിക്സ് ഫോം ചെയ്യുക. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, കോഎഫിഷ്യന്റ് ഓഫ് വൈ, കോഎഫിഷ്യന്റ് ഓഫ് സെഡ്. റോ റെഡ്യൂസ് ചെയ്യാണ്. റോ റെഡ്യൂസ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുകയാണ്. ഈക്വൽ ടു 0 ആണ്. സോ മെട്രിക്സ് സിംഗുലർ ആണ്. സോ ജി എന്ന് പറയുന്നത് നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. സോ ഇപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. സോ നമുക്ക് കിട്ടിയത് എഫ് ഇസ് ഇൻവേർട്ടിബിൾ ആൻഡ് ജി ഇസ് നോൺ ഇൻവേർട്ടിബിൾ എന്നാണ്. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. So next question 50. Let f from R3 to R3 be a linear transformation which is represented by the matrix. Then which of the following is also a metric representation of f? നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും വീണ്ടും ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ? സോ കോൺസെപ്റ്റ് നോക്കാം. Same matrix representation of a linear transformation have same trace and same determinant. So ഒരു linear transformationന്റെ matrix representation എന്ന് പറയുന്നത് same traceഉം same determinant ആയിരിക്കും. So ഇവിടെ തന്നിരിക്കുന്ന matrixന്റെ trace എന്ന് പറയുന്നത് equal to 4 and determinant എന്ന് പറയുന്നത് 2 ആണ്. So എല്ലാ ഓപ്ഷനും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ട്രേസ് 4 ആണ്, ഇവിടെ ട്രേസ് 5 ആണ്. സോ ഓപ്ഷൻ ബി വരില്ല. ഇവിടെ ട്രേസ് 4 ആണ്, ഇവിടെ ട്രേസ് 3 ആണ്. സോ ഓപ്ഷൻ ബിയും ഡിയും ക്യാൻസൽ ആയി. ഇപ്പോൾ ഈ രണ്ട് ഓപ്ഷന്റെയും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക.
സോ ഏതിൻ്റെയാണ് ഡിറ്റർമിനന്റ് 2 വരുന്നത് അതിൻ്റെ ആയിരിക്കും സെയിം മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ. സോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കി പറയാ. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51. Let f be a linear functional on R square for which f of 11 is equal to 1 and f of 21 is equal to 0, then f of 23 equal to. നമുക്ക് ഇവിടെ ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷെ ആ ലീനിയർ ഫംഗ്ഷനിലെ സർട്ടൻ വാല്യൂസിൽ അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് 23ന്റെ വാല്യൂ ആണ് വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഒരു ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എഫ് ഓഫ് 23നെ കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് 11 is equal to 1, എഫ് ഓഫ് 21 is equal to 0. സോ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നടത്തിയിട്ട് ഓരോ ലീനിയർ ഫംഗ്ഷനിൽ ഈ വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കുക. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് 2y മൈനസ് എക്സ്. ഇത് ലീനിയർ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും, അല്ലാണ്ട് വെറുതെ തോന്നിയ രീതിക്ക് എടുക്കരുത്. സോ നമുക്കിപ്പോൾ എഫ് ഓഫ് 23യുടെ വാല്യൂ ആണ് വേണ്ടത്. therefore എഫ് ഓഫ് 23 എന്ന് പറയുന്നത് 23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ കിട്ടുന്നത് 2 into 3 minus 2 that is equal to 4. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. Which of the following is an eigenvector of f from R3 to R3 given by f of x by z is equal to x plus y, x minus y, z. സോ നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഈഗൻ വെക്ടർ ആണ് വേണ്ടത്. സോ കോൺസെപ്റ്റ് നോക്കാം. സോ നമുക്കറിയാം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതാം. സോ അതുവഴിയാണ് നമ്മൾ ഈഗൻ വെക്ടർ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമുക്ക് R3 to R3 ആയതുകൊണ്ട് ഒരു 3/3 മെട്രിക്സ് ആണ് കിട്ടാൻ പോണത്. സോ 3/3യുടെ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതണ്ടേന്ന് വെച്ചാൽ x³ മൈനസ് ട്രേസ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് a11 പ്ലസ് a22 പ്ലസ് a33. ഇതൊക്കെ കോഫാക്ടേഴ്സ് ആണ്. അതൊക്കെ ഓൾറെഡി കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു എക്സ് മൈനസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഡിറ്റർമിനന്റ് സാധാ യൂസ് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമ്മുടെ ഈഗൻ വാല്യൂസ്. ആൻഡ് ലാംഡ ഈഗൻ വാല്യൂ ആണെങ്കിൽ നമ്മുടെ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു വി സാറ്റിസ്ഫൈ ചെയ്യണ വെക്ടർ ആണ് നമ്മുടെ ഈഗൻ വെക്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതാണ്. So first column coefficient of x, coefficient of y, coefficient of z. So കഴിഞ്ഞിട്ട് ഇതിന്റെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുക. സോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x³ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു -1 പ്ലസ് -1 മൈനസ് 2 പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ട്രേസ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് a11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം നെഗ്ലക്ട് ചെയ്തതിന് ശേഷം ഈ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. അത് കിട്ടുന്നത് -1. a22 എന്ന് പറയുന്നത് സെക്കൻഡ് കോളം സെക്കൻഡ് റോ നെഗ്ലക്ട് ചെയ്തതിന് ശേഷം ഡിറ്റർമിനന്റ് 1. a33 സിമിലർലി തേർഡ് കോളം തേർഡ് റോ ആൻഡ് ഡിറ്റർമിനന്റ് -2. ലാസ്റ്റിൽ നമുക്ക് ഇത് ഡിറ്റർമിനന്റ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ ഇതിന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. സോ ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഈഗൻ വാല്യൂസ് ആണ്. സോ ഈഗൻ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് ±√2 പിന്നെ 1 ആണ്. സോ ഞാനിപ്പോ ഈഗൻ വെക്ടർ ഫോർ 1 ഈഗൻ വെക്ടർ ഫോർ ദ ഈഗൻ വാല്യൂ 1 കണ്ടുപിടിക്കുകയാണ്. സോറി 1ന്റെ ഈഗൻ ഈഗൻ വാല്യൂയുടെ ഈഗൻ വെക്ടർ ഞാൻ ഇപ്പൊ കണ്ടുപിടിക്കുകയാണ്. സോ അത് കണ്ടുപിടിക്കാൻ ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് a മൈനസ് ഐ ഇൻറ്റു വി ഈക്വൽ ടു 0. വി എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ് എടുക്കുന്നത്. v ഈസ് ഈക്വൽ ടു v1 v2 v3. സോ ഇപ്പൊ ഞാൻ a മൈനസ് ഐ എഴുതാണ് മെട്രിക്സ്. എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും ഇൻറ്റു v equal to 0
സോ ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് v2 equal to 0, v1 minus 2 v2 equal to 0. സോ ഇക്വേഷനിൽ ഞാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് v1 ഉം 0 ആയിട്ടാണ്. v3ന് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂസ് കൊടുക്കുകയാണ്. സോ നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു v1 0, v2 0 ആൻഡ് v3 ഏതെങ്കിലും ഒരു റിയൽ നമ്പർ. ഞാൻ അതിനെ c ആയിട്ട് മാർക്ക് ചെയ്യാണ്. c എലമെന്റ് ഓഫ് r. സോ ഇതാണ് നമ്മുടെ ഈഗൻ വെക്ടറിന്റെ ഫോം. സോ ഇതും നമ്മുടെ ഓപ്ഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടും. സോ നമുക്ക് കിട്ടിയത് v1 ഉം v2 ഉം 0 ആയിട്ടാണ്. v3 ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ്. സോ നോക്കുമ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് c മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഓപ്ഷൻ c ആണ് കറക്റ്റ്. So next question 53. Which of the following is a diagonalizable matrix? So തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഡയഗണൈസബിൾ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ കോൺസെപ്റ്റ് നോക്കാം. സോ ഡയഗണൽ ലോവർ ആൻഡ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് ആണ്. ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഈഗൻ വാല്യൂസ് ആണ് ആ മെട്രിക്സ് ഡയഗണൈസബിൾ ആയിരിക്കും. സോ അങ്ങനത്തെ അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ഡയഗണൈസബിൾ യൂസ് ചെയ്യുന്നത് ഈ തിയറമാണ്. മെട്രിക്സ് ഇസ് ഡയഗണൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് algebraic multiplicity is equal to geometric multiplicity. ഇതെല്ലാം റിപ്പീറ്റഡ് ഈഗൻ വാല്യൂസിനും ട്രൂ ആയിരിക്കണം. സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ എന് ഡിസ്റ്റിങ്ക്ട് ഈഗൻ വാല്യൂസ് ആണ് 1, 2, 3. സോ ഈ മെട്രിക്സ് ഡയഗണൈസബിൾ ആണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് റിപ്പീറ്റഡ് ഈഗൻ വാല്യൂസ് വരുന്നുണ്ട്. സോ നമ്മൾ ഈ തിയറമാണ് യൂസ് ചെയ്യുന്നത്. സോ ആ തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് algebraic multiplicity ഈക്വൽ ടു ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കിട്ടണം. പക്ഷെ നമുക്ക് ഒരു ഓപ്ഷനിൽ പോലും അങ്ങനെ കിട്ടുന്നില്ല. സോ നമ്മുടെ ഓപ്ഷൻ എ മാത്രമേ ഡയഗണൈസബിൾ ഉള്ളൂ.